ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന തന്നെയാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഒരു അറബിക് വെറൈറ്റി റെസിപ്സ് ആണ്. ഇതെന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പലസ്തീനിയൻ ബ്രേക്ക്ഫാസ്റ്റ്, അറബിക് ബ്രേക്ക്ഫാസ്റ്റ്, മിഡിൽ ഈസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അങ്ങനത്തെ കുറച്ച് റെസിപ്സ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ ആയിട്ട് എൻ്റെ അടുത്ത് അഫ്ഗാനി റൊട്ടിയൊക്കെ കാണിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചൊരു റെസിപ്പിയും കൂടിയാണ് അറബിക് ഫൂലിൻ്റെ റെസിപ്പി. അതും ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫത്തായർ ബ്രെഡിനുള്ള ഒരു മാവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനൊരു 1½ കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് അല്ല കേട്ടോ. ഇതിൻ്റെതൊന്നും തന്നെ ഞാൻ ഏകദേശ കണക്കാണ് പറയുന്നത്. 1½ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് വേണം കേട്ടോ. പുളിയില്ലാത്ത തൈരായിരിക്കണം. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഒലിവ് ഓയിൽ വേണമെങ്കിൽ അത് കൊടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂണാണ് അളന്നെടുത്തത്. പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ വേണം. നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൗഡർ, അതാണ് ഒരു ടീസ്പൂൺ ചേർത്തത് കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 3-4 ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഒന്ന് അലിഞ്ഞോട്ടെ. അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത്. മൈദ ഞാനിവിടെ ഒരു 5 കപ്പാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. പിന്നെ ഫുൾ മെഷർമെൻറ്റിൽ കറക്റ്റ് ആയിരിക്കണം അളവ് എന്നൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഉപ്പാണ് വേണ്ടത്. 2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 കപ്പ് മൈദ എടുത്തണമല്ലോ, അപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ ഒരു ഒഴിച്ച പാലൊന്നും പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കുഴക്കുന്ന സമയത്ത് എപ്പോഴും ഈ മെഷീനെ പറ്റി പിന്നെയും ചോദിക്കലുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇപ്പം വരുന്ന കമൻസിനൊന്നും പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മറുപടി പറയാത്ത കേട്ടോ. ഇത് കൺവുഡാണ്, പെറ്റീഷർ എന്നാണ് പറയുക, അല്ലെങ്കിൽ കിച്ചൺ മെഷീൻ എന്ന് പറയും. എല്ലായിടത്തും കിട്ടും. ബേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും കിട്ടും. ഗൾഫിലാണെങ്കിൽ സാക്കോയിൽ കിട്ടും, അതേപോലെ തന്നെ എക്സ്ട്രയിൽ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഒഴിച്ച ഈ പാൽ തന്നെ ഇതിന് റെഡിയാണ്. ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചപ്പാത്തിൻ്റെ മാവ് പോലാണ് വേണ്ടിയത്. സാധാരണ ഞാൻ പറയുന്ന പോലെ സ്റ്റിക്കി ആയിട്ടുള്ള മാവല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതോടെ ഒരു 20 മിനിറ്റോളം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തതാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഞാനെപ്പോഴും പറയുന്നതാണ്, ബേക്ക് ചെയ്യുന്ന സാധനമായിരിക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് വേണ്ടിയെന്നുള്ളത്. ഇതങ്ങനെയല്ല കേട്ടോ. ഇത് ഈ ഒരു ബ്രെഡിന് വേണ്ടി നമ്മൾ ചപ്പാത്തിൻ്റെ പാകം കറക്റ്റാണ്. അങ്ങനെ വേണ്ടിയുള്ളൂ, ഒട്ടുന്ന പാകേ അല്ല കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ലേ എങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തതെന്നുള്ളത്. ഈ ഒരു രീതിക്കുള്ള മാവായിരിക്കണം. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ ഇതൊന്ന് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനൊന്ന് മുറിച്ച് കാണിച്ചിരുന്ന ഇതിൻ്റെ ടെക്സ്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിവിടെ പറയലുണ്ട്, ഇവിടെ കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കവറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. നല്ല തണുപ്പാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് കവറിലാണ് കെട്ടി വെക്കുന്നത് കേട്ടോ. അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് ഇതോടൊക്കെ ഞാൻ ആ പാത്രത്തിൽ വെച്ചിട്ടാണ് മൂടി വെക്കുന്നത്. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ മാവൊന്ന് പൊന്തിയും ചെയ്യും, അതേപോലെ തന്നെ സോഫ്റ്റ് ആയും ചെയ്യും. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഹുമ്മൂസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹുമ്മൂസിൻ്റെ കടല, വെള്ളക്കടലാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രി തന്നെ പുതിർത്തി വെച്ച കടലാണ് കേട്ടോ. 1 കപ്പ് കടല എടുത്തിട്ട് പുതിർത്തി വെച്ചതാണിത്. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചാൽ ഇങ്ങനെ പൊടിയണം കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിരിക്കണം പുതിർത്തി വെക്കുന്നത്. തലേന്ന് തന്നെ പുതിർത്തി വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ അത് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ കടലൻ്റെ ഈ സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ സ്കിന്നോട് കൂടി തന്നെയാണ് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3 വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 3 വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ദാ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വേവണം. പിന്നെ അത് പൊട്ടിച്ച് നോക്കിയാൽ നല്ല മാഷായിട്ട് ഇങ്ങനെ നല്ല പദം പോലെ വേവണം കേട്ടോ. എത്രത്തോളം വേവിക്കാമോ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 3 വിസിലാണ് ഇതിൽ വേവിച്ചെടുത്തത്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഞാനൊന്ന് ഞെക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം തണുപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. തലേന്നൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേന്ന് എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്, നല്ല അതിൻ്റെ അടിപൊളി ടെക്സ്ചറിലായി വരികയും ചെയ്യും. ഇനിയിപ്പോൾ അതാ അടുത്തതെന്ന് പറയുന്നത് ഫൂൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കമൻറ്റ്സ് വന്നൊരു സാധനമാണ് ഈ ഒരു ഫൂല് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ അടുത്ത് മറന്നു പോയതായിരുന്നു കേട്ടോ, അതാണ് ലേറ്റായി പോയത്. അപ്പോൾ ഈ ഒരു അറബിക് ഫൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനി ഫൂൽ എന്നും ഈജിപ്ഷ്യൻ ഫൂൽ എന്നൊക്കെ പറയാം, ഫുൽ മദാമസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിങ്ങനെ ടിന്നിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഫൂല് വെള്ളത്തിലിട്ട് ഒരു ഹാഫ് ബോയിലായിട്ട് വരുന്നതാണിത് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ടിന്നിൽ വരുന്ന ഇതന്നെയാണ് ഇവിടെ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഇങ്ങനെ ടിന്നിൽ വരുന്നതാണ്. ഇതിൻ്റെ മേലെ ഫുൽ മദാമസ് എന്ന് എഴുതിയിട്ടുണ്ടാവും.
പിന്നെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടിന്നിൽ ഇനിയിപ്പോൾ നാട്ടിൽ ഇത് അവൈലബിൾ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ കിഡ്നി ബീൻസിൽ ഇനി ഫാവ ബീൻസ് എന്നാണ് പറയുക കേട്ടോ. കിഡ്നി ബീൻസ് എന്ന് പറയും, അതേപോലെ തന്നെ ഫാവ ബീൻസ് എന്നാണ് പറയുക. ഈ വലിയ ടൈപ്പിലുള്ള ചുവന്ന ബീൻസ് അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയ സാധനം എന്ന് പറയുന്നത് 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 2 തക്കാളി മീഡിയം സൈസുള്ള 2 തക്കാളി ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നൈസ് പേസ്റ്റ് ആക്കിയിട്ടല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് പറയില്ല, ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ അതാ നമ്മളെ തക്കാളി ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ, വല്ലാണ്ട് അങ്ങ് അരിഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകാൻ പാടില്ല, ഈ ഒരു രീതിക്കാണ് വേണ്ടത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനിപ്പോൾ 2 ടിന്നാണ് ഇവിടെ ഫുൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടിന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ടിന്ന് ഇതാ ഞാനിപ്പോൾ ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഇത് അരക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റുമായിട്ട് വരേണ്ട ഈ വെള്ളം ഒഴിവാക്കണം, ഈ വെള്ളം എടുക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ വെള്ളം നല്ല തന്നെയാണ്, ഒരു പ്രശ്നമില്ല, ഇത് ഉപയോഗിക്കാം. ഷോപ്പിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വെള്ളത്തോട് കൂട്ടിയിട്ടാണ് ആ ഒരു മിക്സിയിലേക്ക് ഇട്ട്, എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, അല്ലാണ്ട് അങ്ങ് അറിയണ്ട. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളം നമുക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒന്നിൻ്റെ മാത്രമേ വെള്ളം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, മറ്റേതിൻ്റെ വെള്ളം ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ അതായത് നമുക്കിനി പൾസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് കാണണം. ഈ ഒരു രീതിക്കാണ് ഒന്നിങ്ങനെ അരച്ചെടുത്തത്. ഒന്ന് ഞാൻ അങ്ങനെ തന്നെ മുഴുവൻ തുടക്കം ഇടുന്നുണ്ട്, ഇതിങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതിനി മാറ്റി വെക്കാൻ നമുക്ക് ഫൂൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇനിയിപ്പോൾ ആ ഫൂൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കുക, വെളിച്ചെണ്ണ ഇല്ലാത്ത ഏതും എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള 2 ഉള്ളിയാണ് എടുത്തത്. നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്യണേ, എന്നിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കേണ്ടത്. കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളി ഒരു പാകമായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വേണ്ട, വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ. 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ഇടാൻ പാടില്ല, ഇഞ്ചി വേണ്ട. ഇനിയിപ്പോൾ ആ ഒരു വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കുക. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തെറുക്കി കിട്ടും നല്ലോണം. അപ്പോൾ അതിൽ നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഈത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതവിടെ മൂടി വെക്കുകയാണ്, ഒരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ അത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയാണ്. ഇപ്പോൾ അത് നല്ല പാകത്തിലായി വന്നതാണ് കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടിയത്. കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കളർ മാറാനോ ഒന്നും പാടില്ല, ഈ ഒരു രീതിക്കാണ് വേണ്ടിയത് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. പൊടികൾ എന്ന് പറയുന്നത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, പിന്നെ പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ. ഈ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കാനേ പറ്റുള്ളൂ. അതിന് പകരം നിങ്ങൾ മുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫ്ലേവർ. ഇവിടുത്തെ ഈ ഒരു ഫ്ലേവർ വരണമെങ്കിൽ ഇതന്നെ ചേർക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി ഉപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മളെ ടിന്നിൽ വരുന്ന ഫൂലിന് ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, മറ്റേതിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത അരക്കാത്ത നമ്മളെ ഫൂൽ കേട്ടോ. അതിൻ്റെ വെള്ളം ഒഴിവാക്കിയതാണ് ഞാൻ, എന്നിട്ട് ആ ഫൂലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ചെറിയ തീയിൽ ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫൂലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഓൾറെഡി വെന്തതാണ്, എന്നാലും നമ്മൾ ഈ മസാലേൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 2 കൈപ്പിടി, ഒരു അരക്കപ്പോളം ഉണ്ടാവും ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം കേട്ടോ. ഒരു അരക്കപ്പോളം ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഫൂലില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ ആ ഒരു അരച്ച ഫൂലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം വേവിക്കണം അത്രത്തോളം നന്നാവും. ഇത് ഷോപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു വലിയൊരു പാനി പോലത്തെ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുക, ഒരു ചെരിച്ച് വെച്ച പാനിയിൽ. അപ്പോൾ അതിങ്ങനെ അടുപ്പിലിങ്ങനെ വെന്തോണ്ട് നിൽക്കുകയാണ് ചെയ്യുക, കാരണം ഈ ഒരു ക്യാപ്സിക്കം ഇതൊന്നും ഇതിൽ കാണൂല, അത്രയും വേവിച്ചിട്ടാണ് ഒരു തരിക കേട്ടോ. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ വേവിച്ചെടുത്തതാണിത്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചെന്നുള്ളൂ, ഒന്നും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. കാരണം നമ്മൾ പണി കഴിയുന്നവരെ ചെറിയ തീയിൽ തന്നെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കരിഞ്ഞു പോകാണ്ട് നോക്കണം. അതുപോലെ തന്നെ വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ട്, അപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണില്ല. ഞാനിത് ചെറിയ തീയിൽ തന്നെ അങ്ങനെ തന്നെ ഇട്ട് വെക്കുകയാണ്. ഈ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ റെഡി അല്ലേ എന്നുള്ളത് കറക്റ്റാണ്. ഇനിയിപ്പോൾ അത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കണം. അതിൻ്റെ മുന്നേ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ വലിയ കടല നമ്മൾ ഇട്ടില്ല അതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയാൽ മതി, ഒരുപാട് ഉടയ്ക്കണ്ട.
ഇനി അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഹുമ്മൂസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മിക്സിൻ്റെ കപ്പാസിറ്റി പോലെ ഒറ്റ ട്രിപ്പിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ 2 ആയിട്ട് എടുക്കുക. പിന്നെ ഈ ഇത് വേവിച്ച വെള്ളം തന്നെയാണ് അരക്കാൻ എടുക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് വേവിച്ച വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പകരം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടിയ ഒരു ഗാർലിക്കാണ് ഞാൻ എല്ലാത്തിനും കൂടെ എടുത്തത്. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഒലിവ് ഓയിലാണ്, ഒരു അരക്കപ്പോളം ഞാൻ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇടാണ്ടാണ് ഞാൻ കടല വേവിച്ചത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൗഡറും കൂടെ ചേർത്താണ്. പിന്നെ വേണ്ടിയ തഹീനിയാണ്. ഇത് റെഡിമെയ്ഡ് തഹീനിയാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. വീട്ടിലെങ്ങനെയാണ് തഹീനി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ അതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഹുമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ സൂപ്പറാണ്. ഇതിനി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഫത്തായർ ബ്രെഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഞാനിപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഓൾമോസ്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ അതാ പൊടിയൊക്കെ നല്ല സോഫ്റ്റായി എയറൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കവറിൽ വെക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പുറത്ത് വെറുതെ വെച്ചാലൊന്നും ചിലപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര വലിപ്പമുള്ള ഫത്തായറാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉരുളാക്കി എടുക്കുക കേട്ടോ. ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഉരുളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള ഫത്തായറാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓവർ വലുപ്പമല്ല, എന്നാലും നല്ല ചെറുതുമല്ല, കുറച്ചൊരു വലുപ്പത്തിലും. ഇനിയിപ്പോൾ അതാ എല്ലാ ഉരുളയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി കുഴഞ്ഞിട്ട് ഒന്നത് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. വിലങ്ങനെ പരത്താനേ പോണ്ട, നീളത്തിൽ മാത്രം പരത്തിയെടുക്കുക. നമ്മളൊരു ബട്ടൂരിനെക്കാട്ടും കുറച്ചും കൂടെ തടിയിലാണ് വേണ്ടി കേട്ടോ. ബട്ടൂരിൻ്റെ അത്ര തടിയല്ല പോരാ, അതിനെക്കാട്ടും കുറച്ചും കൂടെ തടിയിൽ. അപ്പോൾ അത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് പരത്തിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പരത്തരുത്, നീളത്തിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നീളത്തിൽ പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ്, ഞാനിവിടെ മൊസറല്ല ചീസാണ് വെക്കുന്നത്. ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം കേട്ടോ. ഈ ഫത്തായർ ബ്രെഡ് എന്ന് പറയുന്നത് ഇന്ന സാധനം ഉള്ളിൽ വെക്കും എന്നുള്ള അങ്ങനെ ഇല്ല കേട്ടോ. ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. കീമ വെക്കും, അതേപോലെ തന്നെ ചിക്കൻ വേവിച്ചിട്ട് വെക്കും, ബീഫോ മട്ടണോ ഇഷ്ടമുള്ളത് വെക്കും, ചീസ് വെക്കും. എന്തെന്നായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചീസ് മാത്രമാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നടുഭാഗം ഒരു പാത്രം പോലെ ഉള്ളോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക. ആ ചീസ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫില്ലിങ്. ഈ ഒരു രീതിയിലാണ് ഒറിജിനൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫത്തായർ ബ്രെഡ്. ഞാൻ പണ്ട് ഒരു 3 വർഷം മുന്നേ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ചീസല്ല വെച്ചത്, അതിൻ്റെ ഉള്ളിൽ മസാല, ചിക്കൻ മസാല ഒക്കെ ആണെന്ന് തോന്നുന്നു വെച്ചത്. അത് വെച്ചിട്ടുള്ള ഫത്തായർ ബ്രെഡ് ഒരു 3 വർഷം മുന്നേ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു നോമ്പിനായിരുന്നു കേട്ടോ. നോമ്പിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് വേണ്ടി കേട്ടോ. മാക്സിമം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്നിടത്തോളം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഉൾഭാഗമൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ഒരു അളവിൽ എനിക്ക് 11 എണ്ണമാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ കേട്ടോ. 11 ഉരുളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. 11 ഫത്തായറുണ്ട്. അപ്പോൾ ഞാൻ പകുതി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫില്ലിങ്ങിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കവും ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് 2-3 ചെറിയ പീസ് പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കവും, അതേപോലെ തന്നെ ചുവപ്പ് നമ്മൾ തക്കാളിൻ്റെ 2 പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ബാക്കിയൊക്കെ ഞാൻ ചീസ് മാത്രം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. 220 ഡിഗ്രിയിൽ അരമണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മളെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചീസ് മാത്രം വെച്ചതാണ് ഇപ്പുറത്തുള്ളത്. തൊട്ടപ്പുറത്തുള്ള നമ്മൾ ചീസിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കവും തക്കാളി ഇട്ടത് കുറച്ചൊരു കളർഫുള്ളായി, അത്രേ ഉള്ളൂ വ്യത്യാസം. രണ്ടും രണ്ട് ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടോ. മറ്റേത് കറുപ്പ് ട്രയലുള്ളത് ഞാൻ കുക്കിംഗ് റേഞ്ചിൽ ചെയ്തതാണ്. ഇതെന്ന് പറയുന്നത് ഓവനിൽ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ആ ഫൂല് റെഡി ആയിട്ടുണ്ട്. അതിപ്പം വിളമ്പുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇത്രയും നേരം ഞാനിത് ചെറിയ തീയിൽ തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൂൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അഫ്ഗാനി കടയിൽ നിന്ന് തമീസിൻ്റെ കൂടെ വാങ്ങിക്കുന്ന ഫൂലാണിത്. ഫൂൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരെന്തേലും പഠിച്ചാൽ, ഫൂല് റെഡ് കളറിലുള്ളതാണ് കേട്ടത്. അതിനൊരു പ്രത്യേക പേരുണ്ട്. ആ ഫൂലാണിത്. റെഡ് കളറിലും കിട്ടും, ഒരു ആഷ് കളറിലും കിട്ടുമല്ലോ. അപ്പോൾ ആഷ് കളറിലുള്ളതല്ല, ഈ ഒരു റെഡ് കളറിലുള്ളതാണ് നമ്മളൊക്കെ വാങ്ങിക്കില്ല. അതിനാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ്. അതിൻ്റെ ഒരു പേരിനോട് മറന്നുപോയി. അതാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്യാപ്സിക്കും ഉള്ളി അരിഞ്ഞതും തക്കാളിയൊക്കെ നടുവിലൊന്ന് ഗാർണിഷിങ്ങിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കഴിക്കുന്നത് എല്ലാവർക്കും അറിയാലോ, ഇഷ്ടം പോലെ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഇത് കഴിക്കുക കേട്ടോ. ഒലിവ് ഓയിൽ ഒരുപാട് ഒഴിക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കൽ. നമ്മൾ അറബിക് ഫൂൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹുമ്മൂസ് ഒന്ന് വിളമ്പാം കേട്ടോ. ഹുമ്മൂസ് ഞാനൊരു ട്രേയിലേക്ക് എടുക്കുന്നുണ്ട്.
ഹുമ്മൂസും ഇതേപോലെ തന്നെയാണ്. വിളമ്പുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഒലിവ് ഓയിൽ ഇതിൽ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുക കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഈ ഒരു ഫൂലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫവ ബീൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പ്രോട്ടീനും അതേപോലെ തന്നെ ഹൈ ഫൈബർ റിച്ചുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലതാണ്, ഹെൽത്തിന് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇന്ന് കാണിച്ച ഫുള്ള് നോൺ വെജ് ഇല്ല കേട്ടോ, ഫുള്ളി വെജാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കടൽ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, എല്ലാം നല്ല സാധനമാണ് കാണിച്ചത്, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു അറബിക് കുക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ഹെൽത്തിയാണ്. ഒരു ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ ഈ ഒരു ഓയിലും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. ബാസിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് രണ്ടും കേട്ടോ. ഓനിത് ഹെൽത്ത് നോക്കുന്ന ആളും കൂടി ആയതുകൊണ്ടേ ഭയങ്കര സന്തോഷമായിപ്പോയിന്. ഞാനിപ്പോൾ ഇത് ലിയാനൊക്കെ വേണ്ടി ഇന്ന് സ്പെഷ്യൽ ആക്കിയതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിലും ഒലിവ് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒലിവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പണ്ട് ഈ ഹുമ്മൂസിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു സുമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു മല്ലിച്ചപ്പോ അല്ലെങ്കിൽ വേറെ മുളക് പൊടിയൊന്നും തന്നെ ഇതിൽ ചേർക്കൂല. ഈ ഒരു സുമാക്ക് എന്ന് പറയുന്നത് അറബിക് സ്പൈസാണ്. ഇത് സാലഡിലും അതേപോലെ തന്നെ സോസിലൊക്കെ ഇടുന്ന ഒരു പൗഡറാണിത്. അതാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഹുമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഹുമ്മൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വിളമ്പി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും തിന്നാനിരുന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നറാണ്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല ഉണ്ടാക്കിയത്, ഡിന്നറായിട്ടാണ്. ശരിക്കും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് മൊത്തത്തിലുള്ള ഈ ഐറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധമൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഫുളിൻ്റെ റെസിപ്പി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇട്ടയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മോള് എന്താണ് പഠിക്കുന്നത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കലുണ്ട്. മോള് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറയുന്നതാണ്, BBA ആണ് പഠിക്കുന്നത്. എന്താ മോളെ അവിടെ നിർത്തിക്കാത്തതെന്ന് ഈ അടുത്ത് ആരോ ഒന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് കമൻറ്റിൽ. അവിടെ നിർത്തിക്കാത്തതെന്ന് പറഞ്ഞാൽ ഓള് ഡിഗ്രി പഠിക്കാൻ വേണ്ടി നാട്ടിൽ പോയതാണ് കേട്ടോ. ഓള് മംഗലാപുരത്താണ് പഠിക്കുന്നത്, BBA. അപ്പോൾ കഴിഞ്ഞു, ഫൈനൽ ഇയർ ആണ്. ഇനി ഒരു മാസം കൂടെ ക്ലാസ് ഉള്ളൂ. ഇപ്പോൾ അവൾ പോവുകയാണ് കേട്ടോ, 2 ദിവസം കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോയിട്ട് ഇനി ഒരു 1 മന്തും കൂടെ ഒക്കെ ക്ലാസ് ഉള്ളൂ, പിന്നെ ഇൻറ്റേൺഷിപ്പാണ്. പിന്നെ മോള് വീഡിയോയിൽ വരാത്ത എന്താണെന്നുള്ളത് അവൾക്ക് തീരെ ഇഷ്ടമല്ല, ഭയങ്കര ഷൈ ആണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ മുഖം കാണിക്കാത്തതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്, ഇഷ്ടമായിണോ ഇല്ലയെന്നൊക്കെ ചെറുതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. നിങ്ങളെ കമൻറ്റ്സ് വായിക്കാൻ വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോകളൊക്കെ ആയിട്ട് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.